ഹലോ, പേജ് നമ്പർ 78 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതും പഠിച്ചതും കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു ഡെസിമൽ നമ്പറും ഒരു നാച്ചുറൽ നമ്പറും തമ്മിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ് തന്നിരിക്കുന്നത്. ആ ട്രയാങ്കിളിൻ്റെ പ്രത്യേകതയുണ്ട്, അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും ഈക്വലാണ്. അങ്ങനെയുള്ളൊരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 12.9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു സൈഡ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന് ചുറ്റുള്ള അളവാണ്. അപ്പോൾ ഒരു സൈഡ് കാണാനായിട്ട് പെരിമീറ്ററിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, ഇതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് കാണാനായിട്ട് പെരിമീറ്ററിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. 12.9 ഡിവൈഡഡ് ബൈ 3 എന്നാണ്. അപ്പോൾ 12.9നെ ഫ്രാക്ഷനാക്കി എഴുതാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു 12.9 ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 129 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. കാരണം ഡെസിമൽ കഴിഞ്ഞ ഒരു ഡിജിറ്റ് ആണുള്ളത്, അപ്പോൾ ഒരു 0 ഉള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 12.9നെ 129 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതും. ഡിവൈഡഡ് 3. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ വിത്ത് റെസിപ്രോക്കൽ ഓഫ് 3 അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ആണ്. അപ്പോൾ 3യുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ 3നെ മറിച്ചിടുന്നു, മറിച്ചിട്ട് ഗുണിക്കുന്നു. അതാണ് ടീച്ചർ അവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 129നെ മറിച്ചിട്ട് ഗുണിക്കുമ്പോൾ 3 ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 3യും 129നും തമ്മിൽ കട്ട് ഷോർട്ട് ചെയ്യാം. അങ്ങനെ വെട്ടി ചെറുതാക്കുമ്പോൾ 43 എന്ന് കിട്ടും. ഇനി 43/10. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 43/10 എന്ന് പറയുമ്പോൾ 10 ഒരു 0 ആണുള്ളത്. അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിൻ്റ് ഇടണം. അപ്പോൾ 43/10 എന്ന ഫ്രാക്ഷനെ വീണ്ടും നമ്മൾ ഡെസിമലാക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4.3 സെൻറ്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 16.5 കിലോഗ്രാം അരി ഈക്വലായിട്ട് 5 പേർക്ക് ഡിവൈഡ് ചെയ്താൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ടീച്ചർ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണിച്ചു തരാം. കണ്ടോ, മൊത്തം അരി 16.5 ആണ്. 16.5ന് 5 പേർക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16.5ന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി 16.5 എന്ന് പറയുന്ന ഡെസിമലിനെ ഫ്രാക്ഷനാക്കി എഴുതുന്നു. അപ്പോൾ 165/10 ഡിവൈഡഡ് ബൈ 5. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ്സ് റെസിപ്രോക്കൽ. അപ്പോൾ നമ്മളതിനെ മറിച്ചിട്ട് ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ 33 കിട്ടുന്നു. 33/10 എന്ന് പറയുന്നത് 3.3 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. അതാണ് ടീച്ചർ ഇത്തിരി ഫാസ്റ്റിൽ പറഞ്ഞു പോകുന്നത്. ആദ്യത്തെ അതേ പാറ്റേണിൽ തന്നെയാണ് ആ സെക്ഷനിലെ ബാക്കി 3 ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു പാത്രത്തിൽ 25.2 ലിറ്റർ ഓയിൽ ഉണ്ടായിരുന്നു. അത് 6 ചെറിയ പാത്രത്തിലേക്കാക്കി. എങ്കിൽ ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ ഓയിൽ ഉണ്ടാകുമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം? 25.2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 25.2നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് 25.2 എന്ന് പറയുന്ന ഡെസിമലിനെ 252/10 എന്ന് പറയുന്ന ഫ്രാക്ഷനാക്കി ഡിവൈഡഡ് ബൈ 6 ആണ്. ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ വിത്ത് ഇറ്റ്സ് റെസിപ്രോക്കൽ. അപ്പോൾ നമ്മൾ 6നെ മറിച്ചിട്ട് ഗുണിച്ചു, കട്ട് ഷോർട്ട് ചെയ്തു. 6 252 വെട്ടി ചെറുതാക്കുമ്പോൾ 42 കിട്ടും. 42/10. അപ്പോൾ 4.2 ലിറ്റർ എന്ന് പറയുന്ന ആൻസർ കിട്ടും. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 33.6 കിലോഗ്രാം അരി 8 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അതിലൊരു പങ്കാണ് സുജാതയ്ക്ക് കിട്ടിയത്. സുജാത എന്നിട്ട് എന്ത് ചെയ്തു? അവൾക്ക് കിട്ടിയതിനെ വീണ്ടും 3 പങ്കാക്കി, 3 പാർട്ടാക്കി, 3 ഭാഗങ്ങളാക്കി. അതിലൊരു പങ്ക് ആർക്ക് കൊടുത്തു? റസിയയ്ക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ റസിയയ്ക്ക് എത്ര കിലോ അരി കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. കണ്ടോ, 33.6നെ 8 ഭാഗിച്ചു. അപ്പോൾ 33.6 ഡിവൈഡഡ് ബൈ 8. 33.6 എന്ന് പറയുന്ന ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതി. അപ്പോൾ 336/10 ഡിവൈഡഡ് ബൈ 8. 8ന് നമ്മൾ മറിച്ചിട്ട് ഗുണിക്കണം. അങ്ങനെ 336നെ 8 കൊണ്ട് കട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ 42 കിട്ടും. 42/10 എന്ന് പറയുന്നത് 4.2 കിലോഗ്രാമാണ്.
ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനി എന്താ ചെയ്യുന്നത്? ഇതാണ് സുജാതയ്ക്ക് കിട്ടിയത്. 8 ഭാഗിച്ചു, അതിലൊരു ഭാഗമാണ് സുജാതയ്ക്ക് കിട്ടിയത്. സുജാത എന്ത് ചെയ്തു? ഈ 4.2 വീണ്ടും 3 ഭാഗങ്ങളാക്കി. അതാണ് ടീച്ചറോടെ 1/3 പാർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും 3 ഭാഗങ്ങളാക്കാമെന്ന് പറഞ്ഞാൽ 4.2 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4.2 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം 4.2 എന്ന് പറയുന്നത് 42/10 എന്ന് മാറ്റി എഴുതി. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മറിച്ചിട്ട് ഗുണിക്കലാണ്. മറിച്ചിട്ട് ഗുണിക്കുമ്പോൾ 3ന് 42 കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 14ആണ്. 14/10. 14/10 എന്ന് പറയുന്നത് 1.4 കിലോഗ്രാം. അപ്പോൾ റസിയയ്ക്ക് കിട്ടിയ അരിയുടെ അളവെന്ന് പറയുന്നത് 1 കിലോഗ്രാം 400 ഗ്രാമാണ്. 1.4 കിലോഗ്രാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് ഇവിടെ ഡിവിഷൻ്റെ കേസിൽ വരുന്നത്. 7407 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നതിൻ്റെ ആൻസർ 1234.5 ആണ്. എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിവിഡൻറ്റിലും ഡിവൈസറിലും എന്തില്ല? ഡെസിമൽസ് ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ ഡിവൈഡൻറ്റും ഡിവൈസറും ഒരു ഡെസിമൽ നമ്പർ അല്ല, സാധാരണ നമ്പറാണ്. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്തപ്പോൾ ആൻസറിൽ ഒരു ഡെസിമൽ വന്നു എന്ന് പറഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് വന്നു എങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ ഡെസിമൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ആൻസറിൽ ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് വന്നു എങ്കിൽ, ക്വസ്റ്റ്യനിൽ ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിൽ 2 ഡിജിറ്റ് ഡെസിമലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യനിൽ ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിൽ ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ടാകണം. ക്വസ്റ്റ്യനിൽ ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിൽ ഡെസിമൽ കഴിഞ്ഞ് 4 ഡിജിറ്റ് ഉണ്ടാവണം. ക്വസ്റ്റ്യനിൽ ഡെസിമൽ കഴിഞ്ഞ് 4 ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിൽ ഡെസിമൽ കഴിഞ്ഞ് 5 ഡിജിറ്റ് ഉണ്ടാവണം. ക്വസ്റ്റ്യനിൽ ഡെസിമൽ കഴിഞ്ഞ് 5 ഡിജിറ്റ് ആണെങ്കിൽ ആൻസറിൽ ഡെസിമൽ കഴിഞ്ഞ് 6 ഡിജിറ്റ് ഉണ്ടാവണം. ഇങ്ങനെയാണ് അത് ചിന്തിക്കേണ്ടതും അതിൻ്റെ ഉത്തരം എഴുതേണ്ടതും. ഓക്കെ, താങ്ക് യു.